ലഭിച്ച, കത്തീഡ്രൽ ദേവാലയത്തിൽ വികാരിയായും സേവനമനുഷ്ഠിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വൈദികൻ. ഷിക്കാഗോ സെന്റ് തോമസ് സൂറ മലബാർ കത്തീഡ്രൽ രൂപതയുടെ വികാരിയും ഷിക്കാഗോ സെന്റ് തോമസ് രൂപതയുടെ നിയുക്ത വികാരി ജനറാളുമായ ഫാദർ ആന്റണി തുണ്ടത്തിൽ. ഹൃദയ സംവാദം പരിപാടിയിലേക്ക് അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അച്ഛന് 20 വർഷത്തോളം ഇപ്പം വൈദികനായി പ്രവർത്തനം പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പൊ ഇതിനോടകം തന്നെ വടക്കേ ഇന്ത്യയിലെ മിഷൻ പ്രവർത്തനങ്ങളിലും കത്തീഡ്രൽ ദേവാലയത്തിലെ വികാരിയായും ഒക്കെ അച്ഛൻ സേവനം അനുഷ്ഠിച്ചു കഴിഞ്ഞു. ഈ പ്രവർത്തന മേഖലകളിൽ അച്ഛൻ എങ്ങനെയാണ് ഈ കടന്നു പോകുന്ന വഴികളിലെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഒന്ന് വിലയിരുത്തി കാണുന്നതെന്ന്? ഞാൻ വൈദികനായിട്ട് 20 വർഷമായി. സിബി പറഞ്ഞതുപോലെ ഇടവകയിലും അതുപോലെ തന്നെ സെമിനാരികളിലും അതുപോലെ മിഷൻ പ്രദേശത്തൊക്കെ സേവനം അനുഷ്ഠിച്ചു. അതിനുശേഷമാണ് ഞാൻ ഇവിടെ സീറോ മലബാർ രൂപതയുടെ കത്തീഡ്രൽ ദേവാലയത്തിലെ സേവനം അനുഷ്ഠിക്കാനായിട്ട് എത്തിയത്. കഴിഞ്ഞ വർഷങ്ങളെല്ലാം എനിക്ക് അനുഗ്രഹത്തിൻ്റെ വർഷങ്ങൾ തന്നെയായിരുന്നു. അതുപോലെ തന്നെ വളരെ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും വർഷങ്ങൾ തന്നെയായിരുന്നു. സാധാരണ എനിക്കറിയാവുന്ന പരിചയപ്പെട്ടിട്ടുള്ള എല്ലാ വൈദികരോടും ഞാൻ പലപ്പോഴും ചോദിച്ചു പോകുന്നൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ഈ ദൈവവിളിയുടെ പാതയിലേക്ക് വന്നത്? പലർക്കും ചെറുപ്പം മുതലേ തന്നെ ദൈവവിളിയോടൊരു അഭിനിവേശം ഉണ്ടാവും. ചിലർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവം കൊണ്ടോ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ദൈവാനുഭവത്തിൽ നിന്നൊക്കെ ആയിരിക്കാം. അച്ഛൻ എങ്ങനെയാണ് ദൈവവിളിയുടെ പാതയിലേക്ക് കടന്നു വരാനിടയായത്? ഒന്ന്, മാതാപിതാക്കളുടെ പ്രാർത്ഥന, അവരുടെ പ്രോത്സാഹനം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അൾത്താര ശുശ്രൂഷയായിട്ട് എൻ്റെ ഇടവക ദേവാലയത്തിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു. അന്നേരമൊന്നും എനിക്കങ്ങനെ വൈദികനാകണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ പിന്നീട് ഒരിക്കലെപ്പോഴും ജനിച്ച ഒരു കാര്യമുണ്ട്, മറ്റുള്ളവരെ സഹായിക്കുക, മിഷണറി ആകുക എന്നുള്ളൊരു ചിന്ത പിന്നീട് എൻ്റെ മനസ്സിലുണ്ടായി. അത് മാതാപിതാക്കളുടെ പ്രചോദനം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ 10ാം ക്ലാസ് പൂർത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ എതിലേക്കാണ് പോകേണ്ടതെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ഒരു മിഷണറി വൈദികൻ എന്നോട് വന്ന് ചോദിക്കുന്നത്, എങ്ങനെയാണ് മിഷണറി ആകാനായിട്ട് ആഗ്രഹമുണ്ടോ? ഞാൻ ആ ആഗ്രഹം പറയുകയും അങ്ങനെ ഞാൻ സെന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മൈനർ സെമിനാരിയായ ദീപ്തി ഭവനിൽ ചേരുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ മിഷണറി വൈദികനായിട്ട് മുന്നോട്ട് വന്നത്. അച്ഛൻ്റെ ഇത്രയും വർഷത്തെ വൈദിക ജീവിതവും സെമിനാരി ജീവിതവും എല്ലാം കണക്കിലെടുത്ത് നോക്കുമ്പോൾ എല്ലാ വ്യക്തികൾക്കും എന്നതുപോലെ അച്ഛനെയും ആരെങ്കിലും ഏതെങ്കിലും ഒരു സംഭവമോ ഒരു വ്യക്തിയോ ഒക്കെ സ്വാധീനിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ശാലോം പ്രേക്ഷകർക്കായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കണം. എൻ്റെ വൈദിക ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വ്യക്തികൾ ഉണ്ട്, ധാരാളമായിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കൾ, അതോടൊപ്പം ഞാൻ മൈനർ സെമിനാരി ചേർന്നപ്പോൾ മിഷൻ ലീഗ് ആരംഭിച്ച സ്ഥാപകനായ മാലിപ്പറമ്പിലച്ഛൻ, അതുപോലെ തന്നെ ഇപ്പോൾ ഉജ്ജയിൻ രൂപതയുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ വടക്കേ പിതാവ്. അതിനുശേഷം ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയുണ്ട്. ഞാൻ തിയോളജി പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ ഒരല്പം കുറവും അല്പം ക്രൈസിസും ഉണ്ടായപ്പോൾ എന്നെ സഹായിച്ച എൻ്റെ മുതിർന്ന ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ജോർജ് തോട്ടിപ്പറമ്പിലച്ഛനാണ്. അദ്ദേഹം ഇന്ന് വൈദികനാണ്. അദ്ദേഹത്തോട് ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞാൻ അല്പം ഒന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് പോവുക, അപ്പം ബ്രേക്ക് എടുക്കണ്ട, പൂർത്തിയാക്കുക, പഠനം പൂർത്തിയാക്കുക. തിയോളജി പഠനം പൂർത്തിയാക്കിയതിന് ശേഷവും ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ അന്നേരം എടുക്കുക, അത് പിന്നീട് നമുക്ക് തിരിച്ചു വരാനും വൈദികനാകാനായിട്ട് എളുപ്പമുണ്ടായെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് തുടരുകയായത്. അതിനുശേഷം ഞാൻ ആ പഠനം പൂർത്തിയാക്കി. പിന്നീട് ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് വൈദ്യനാകുകയും ചെയ്തു. ഇന്ന് വരെ ആ സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷമേ ഉള്ളൂ, നന്ദിയേ ഉള്ളൂ. അതിന് ശേഷം എനിക്കൊരിക്കലും ഒരു വിശ്വാസത്തിൻ്റെ കുറവോ ചഞ്ചലിപ്പോ ഒരിക്കലും ഉണ്ടായിട്ടുമില്ല. അച്ഛൻ്റെ 5 വർഷക്കാലം പ്രവർത്തനങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നത് മിഷൻ മേഖലയായിരുന്നു. മിഷൻ മേഖലകളിൽ തീർച്ചയായിട്ടും രസകരമായ അല്ലെങ്കിൽ ഓർത്തിരിക്കാവുന്ന ഒരുപാട് സംഭവങ്ങളും ചിലപ്പോൾ ചില വ്യക്തികളോ ഒക്കെ കാണും. ശാലോം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അച്ഛൻ്റെ മിഷൻ മേഖലകളിലെ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് ഏതാനും സംഭവങ്ങളോ വ്യക്തികളോ അങ്ങനെ എന്തെങ്കിലും? എൻ്റെ മനസ്സിൽ മിഷൻ രംഗത്ത് ഉണ്ടായ ഒരു വലിയ അനുഭവം
വളരെ ശക്തമായിട്ട് പച്ചയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് ഞാൻ രാജഘട്ടിൽ ഞങ്ങൾ ഇൻ്റർമീഡിയറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഞങ്ങളുടെ സാന്നിധ്യം ഇഷ്ടപ്പെടാത്ത കുറേ വ്യക്തികൾ, ക്രൈസ്തവ വിശ്വാസത്തോട് താല്പര്യമില്ലാത്ത കുറേ വ്യക്തികൾ ഞങ്ങൾക്കെതിരെ 1-2 കേസുകളൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കി. ഞങ്ങളുടെ 2 വൈദികരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. ഞങ്ങൾ തീർച്ചയായിട്ടും അവിടെ നിസ്സഹായരായിരുന്നു. ആ 2 വൈദികരെ ബെയിലിൽ ഇറക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ജാമ്യം നിൽക്കാൻ ആരില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ പണ്ട് സഹായിച്ചുകൊണ്ടിരുന്ന, ഞങ്ങളുടെ വൈദികർ സഹായിച്ചുകൊണ്ടിരുന്ന വില്ലേജിലെ ഒരു പ്രമാണി, അദ്ദേഹം പെട്ടെന്ന് എവിടുന്നോ ഈ രാത്രിയിൽ ഓടി വന്ന് അച്ഛന്മാരുടെ മുമ്പിൽ കൈകൂപ്പി നിന്നിട്ട് ജാമ്യ പേപ്പറിൽ ഒപ്പിട്ട ഉടനെ അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി. അദ്ദേഹത്തെ പിന്നെ 1 മാസത്തോളം ഒളിപ്പിച്ച് താമസിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഒത്തിരിയേറെ വേദനകൾ ഉണ്ടാകേണ്ടതായിട്ട് വന്നു. പല പ്രതിസന്ധികളെ നേരിടേണ്ടതായിട്ട് വന്നു. അദ്ദേഹത്തിന് രാജഘട്ട് ഡിസ്ട്രിക്റ്റിലൊരു നല്ലൊരു കടയുണ്ടായിരുന്നു. അത് ഇവരെല്ലാം കൂടെ കത്തിച്ച് കളയുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ഏവരുടെയും കണ്ണു തുറപ്പിച്ചതാണ്. അദ്ദേഹം ഹൈന്ദവനായിട്ടും ഞങ്ങളുടെ നല്ല പ്രവർത്തനങ്ങളെ കണ്ട് ആ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കാനായിട്ടും അദ്ദേഹം മുന്നോട്ട് വന്നു എന്നത് തീർച്ചയായിട്ടും ഇന്നും മറക്കാൻ പറ്റാത്ത ഒരു സംഭവവും പ്രചോദനമായിട്ട് എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിനും അതിൻ്റെതായ അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ അദ്ദേഹം ഇന്ന് അംഗീകരിക്കപ്പെടുന്ന വലിയൊരു പ്രമാണിയായിട്ട് തന്നെ ജീവിക്കുന്നു. അദ്ദേഹത്തെ പലപ്പോഴും ഓർക്കുകയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു വൈദികൻ ഒരിടവകയിൽ തന്നെ 10 വർഷം സേവനം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അസാധ്യം അല്ലെങ്കിൽ അവിശ്വസനീയം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. എന്നാൽ അച്ഛൻ ഈ കത്തീഡ്രൽ പള്ളിയിൽ തന്നെ 10 വർഷം വികാരിയ സേവനം അനുഷ്ഠിച്ചു. അച്ഛൻ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? 10 വർഷം എന്ന് പറയുമ്പോൾ ഒരു നീണ്ട വർഷക്കാലമായിട്ട് പറയുമ്പോൾ തോന്നുമെങ്കിലും എന്നെ സംബന്ധിച്ചു അതുപോലെ തന്നെ ഇടവകക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നീണ്ട കാലമായിട്ട് അവർക്കത് തോന്നിയിട്ടില്ല. അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ നിയോഗം, അതുപോലെ തന്നെ ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണവും അവരുടെ പ്രോത്സാഹനവും മൂലമാണ് എനിക്ക് ഈ 10 വർഷക്കാലം ഒരു ചുരുങ്ങിയ വർഷമായിട്ട് തോന്നാനും അതുപോലെ തന്നെ 10 വർഷക്കാലം നല്ല കാര്യങ്ങൾ സംതൃപ്തിയോടുകൂടെ ചെയ്യാനും സാധിച്ചത്. ഒരുപക്ഷെ സീറോ മലബാർ സഭയിൽ അമേരിക്കയിൽ ആരും തന്നെ സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം, ഒരു വലിയ പ്രോജക്റ്റ്, അതായത് കത്തീഡ്രൽ പള്ളി. ഇത്രയും മനോഹരമായ ഒരു കത്തീഡ്രൽ ദേവാലയം ഇവിടെ പണിയാൻ അച്ഛൻ നേതൃത്വം കൊടുത്തു. ഇതിന്റെ തുടക്കത്തിലേക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഇത് എങ്ങനെ സാധിക്കും, ഇത് സ്വപ്നമായി മാത്രം അവശേഷിക്കുമോ എന്നൊക്കെ എല്ലാവരും ചിന്തിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ അച്ഛൻ അതിന് ധീരമായ നേതൃത്വം കൊടുക്കുകയും മനോഹരമായി ദേവാലയം പണികഴിപ്പിക്കുകയും ചെയ്തു. എന്താണ് അച്ഛൻ്റെ ആ തുടക്കത്തിലെ ഒരു ചിന്തയും ഇതിൻ്റെ പള്ളിയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തെ ഒരു പ്രോഗ്രസും ഇതെല്ലാം നടന്നു കഴിഞ്ഞുള്ള അച്ഛൻ്റെ ഒരു വിലയിരുത്തലും? ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് മാത്രമേ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളൂ. അതുപോലെ തന്നെ ഇത് രൂപതയായി കഴിഞ്ഞപ്പം അത് ഇടവകയാണ്. ഇടവകയ്ക്ക് ഏറ്റവും അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ടത് ഒരു ദേവാലയമാണ്. അത് വേണം എന്നുള്ളത് ഞാനല്ല, അഭിമന്യ പിതാവ് മാത്രമല്ല, അതിനേക്കാൾ ഉപരി ജനങ്ങൾ ആഗ്രഹിച്ചു. നമുക്കൊരു ദേവാലയമെങ്കിലും മനോഹരമായിട്ട് നമ്മുടെ രീതിയിൽ ഉണ്ടാകണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. അവരുടെ ആഗ്രഹമാണ് അവരെന്നോട് പറഞ്ഞതും അതിനു വേണ്ടിയിട്ട് ഞാൻ മുന്നോട്ടിറങ്ങിയതും. ആശങ്കകൾ ഒത്തിരിയേറെ ഉണ്ടായിരുന്നു. ചെറിയ പ്രോജക്റ്റുകളൊക്കെ ഞാൻ ഏറ്റെടുത്ത് നടത്തിയപ്പോഴതൊക്കെ അത് ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം മൂലം അത് വിജയിപ്പിക്കാനായിട്ട് സാധിച്ചു. അപ്പോഴെനിക്കും ഒരു ഉറപ്പ് തോന്നി, ഇത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ആവശ്യമാണ്, നമ്മുടെ സഭയുടെ ആവശ്യമാണ്. അതുകൊണ്ട് ജനങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിക്കുമെന്ന് എനിക്ക് ഉറപ്പ് ലഭിച്ചതിൻ്റെ വെളിച്ചത്തിൽ ആണ് ധൈര്യത്തോടെ പ്രാർത്ഥനയോടുകൂടെ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്തിയത്. കേരളത്തിലെ ഏതാണ്ട് എല്ലാ വ്യത്യസ്ത രൂപതകളിൽ നിന്നുള്ള ആൾക്കാർ ഉള്ള ഇടവകളാണ് ഇവിടുത്തെ ഏതാണ്ട് മിക്കവാറും എല്ലാ ഇടവകളും, പ്രത്യേകിച്ച് ഷിക്കാഗോയിലെ ഇടവക. ഏതാണ്ട് 1200ഓളം വരുന്ന കുടുംബങ്ങളും അത് ഏതാണ്ട് എല്ലാ രൂപതകളിൽ നിന്നുള്ള ആൾക്കാരും ഉള്ളപ്പോൾ ഇവരെല്ലാം കോർത്തിണർക്കിക്കൊണ്ട് ഒരു ടീമായിട്ട് ഇവരെല്ലാം നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിന് അച്ഛൻ എങ്ങനെയാണ് സാധിക്കുക? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇതൊരു പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകുന്നൊരു മേഖലയാണ്. പക്ഷേ വളരെ സ്മൂത്തായിട്ട് ഈ ഒരു വലിയൊരു വൈവിധ്യം നിറഞ്ഞൊരു ജനതയെ മുഴുവൻ ഒന്നിപ്പിച്ച് കൂടെ കൊണ്ടുപോവുക, അതെങ്ങനെയാണ് സാധിക്കുക? എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള
ഒരു ദൈവവചനമുണ്ട്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുക. അങ്ങനെ ഒരു സ്വഭാവ ഗുണമുള്ള ഒരു വ്യക്തി നേതൃത്വത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സാധിക്കുമെന്നാണ് എനിക്ക് ഒരു വിശ്വാസവും ഉറപ്പും ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചത് ജനസമൂഹത്തിൻ്റെ നന്മ, സഭയുടെ നന്മ മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് എനിക്ക് ദൈവം എന്തൊക്കെ കഴിവ് തന്നോ അത് ഞാൻ പൂർണ്ണമായിട്ടും അത് വിനിയോഗിക്കുവാനായിട്ട് തയ്യാറായി. അതുപോലെ തന്നെ ജനങ്ങളോടെല്ലാവരോടും സ്നേഹമായിട്ടും ഒരു വ്യത്യാസവും കൂടാതെ എല്ലാവരുമായിട്ട് സ്നേഹമായിട്ടും സംഭാഷിക്കുകയും പ്രശ്നങ്ങളുണ്ടാകുന്നവരോട് അവരോട് തന്നെ തുറന്ന് മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുകയും ചെയ്തു. അത് പിന്നീട് അവർക്കത് മനസ്സിലായി. അവരെല്ലാം എനിക്ക് സഹകരണം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ ഒന്ന് കോർത്തിണക്കി വളരെ ഭംഗിയായിട്ട് പണി പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത്. മനോഹരമാണ് ഈ ദേവാലയം. ഈ ദേവാലയ നിർമ്മിതിക്ക് നേതൃത്വം കൊടുത്ത അച്ഛനെ തീർച്ചയായും അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഈ ദേവാലയത്തിന് മുമ്പ് നിൽക്കുമ്പോൾ ഇതിന്റെ നിർമ്മാണത്തെക്കുറിച്ചും അതിന്റെ ആ തുടക്കത്തെക്കുറിച്ചും അച്ഛന്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്താ? തീർച്ചയായിട്ടും മനോഹരമാണ് ഈ ദേവാലയം. ഈ ദേവാലയം സന്ദർശിച്ചിട്ടുള്ള അഭിമന്യ പിതാക്കന്മാരും വൈദികരും ഇടവക ജനങ്ങളും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്നവരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് ഈ ദേവാലയത്തെക്കുറിച്ച് പറയാറുള്ളത്. വളരെ മനോഹരമായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഈ ദേവാലയം. അതുപോലെ തന്നെ ഈ ദേവാലയത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിൻ്റെ വിസ്തീർണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഏകദേശം 42,500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം ഈ ദേവാലയത്തിനുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ സൗകര്യമുള്ള ഒരു ദേവാലയം. അതുകൊണ്ട് തന്നെ പിന്നെ നാട്ടിൽ നിന്നും അതുപോലെ തന്നെ വിദേശത്തു നിന്നും ഇറ്റലിയിൽ നിന്നും പല സ്ഥലത്തു നിന്നും ഉള്ള സാധനങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്താണ് ഈ ദേവാലയം പൂർത്തിയാക്കിയത്. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഈ ദേവാലയത്തിന് വേണ്ടിയിട്ട്. ദൈവത്തിന് വേണ്ടി ആയതിനാൽ ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കുകയും വേണം. തീർച്ചയായിട്ടും. അതുകൊണ്ട് ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം അതിനകത്തുണ്ടായി, ദൈവത്തിൻ്റെ പരിപാലനയും ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ ദേവാലയം ഇതുപോലെ മനോഹരമായത്. തീർച്ചയായിട്ടും ഞാനിത് തുടങ്ങിയപ്പോൾ ഇത്ര മനോഹരമായിട്ട് തീരുമെന്ന് എനിക്ക് ഒരിക്കലും ഉറപ്പില്ലായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഞാൻ ചിന്തിച്ചതിനേക്കാൾ മനോഹരമായിട്ട് ഈ ദേവാലയം പൂർത്തിയാക്കുവാനായിട്ട് ഈ ഇടവജനത്തെയും എന്നെയും അനുവദിച്ചതിൽ ദൈവത്തിന് നന്ദിയും സന്തോഷവും എപ്പോഴുമുണ്ട്. പിന്നെ ഇതിന് പുറമെ നമ്മൾ ചിന്തിക്കണം, ഒത്തിരി 1500 വ്യക്തികൾക്ക്, വിശ്വാസികൾക്ക് ഒരുമിച്ചിരുന്ന് കുർബാന കാണാനായിട്ടുള്ള സൗകര്യം ദേവാലയത്തിനുണ്ട്. ഞായറാഴ്ച 4 കുർബാന നമുക്കുണ്ട്. 4 കുർബാനകളിൽ ഒരു കുർബാന ഇംഗ്ലീഷിലാണ്. 750-ൽ പരം കുട്ടികൾ വേദപാഠം പഠിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അതിനോടൊപ്പം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കൾച്ചറൽ അക്കാഡമി, ആ അക്കാഡമിയിൽ ഏകദേശം 250-ൽ പരം കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ക്രൈസ്തവ തനതായ കലകൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. മാർഗംകളി പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗാനങ്ങൾ, ക്രൈസ്തവ ഗാനങ്ങൾ, ശാസ്ത്രീയ ഗീതങ്ങൾ, ഡാൻസ്, വാദ്യോപകരണങ്ങൾ, ഇതൊക്കെ വായിക്കുവാനായിട്ടുള്ള പരിശീലനം കുട്ടികൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 120ഓളം കുട്ടികൾ മലയാളം സ്കൂളിൽ ചേർന്ന് മലയാള ഭാഷ പഠിക്കുന്നുണ്ട്. പിന്നെ യുവജനങ്ങളെ ആകർഷിക്കുവാനായിട്ട് നമുക്കൊരു നല്ലൊരു ജിമ്മുണ്ട്. അവിടെ ബാസ്ക്കറ്റ് ബോൾ, വോളിബോൾ, ഷട്ടിൽ, എല്ലാ കളികളുമുണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും ഇത് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവത്തോട് ഒത്തിരിയേറെ നന്ദി തോന്നി. അതുപോലെ തന്നെ ഈ ഇടവക ജനത്തിൽ ഈ ദേവാലയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആത്മാർത്ഥതയും അതുപോലെ തന്നെ നിസ്വാർത്ഥതയോടും കൂടെ അധ്വാനിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വലിയ സത്യം. അതുപോലെ തന്നെ ചുറ്റുമുള്ള എല്ലാ മെമ്പേഴ്സും ജനങ്ങളും സഹകരിച്ചു. അതുകൊണ്ട് ദൈവം ഈ ഇടവകയെ വളരെ മനോഹരമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിച്ചാൽ തീർച്ചയായിട്ടും ഈ അനുഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ തീർച്ചയായിട്ടും നിഴലിക്കും, നിലനിൽക്കും എന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസവുമുണ്ട്.
ചുരുങ്ങിയ ഒരു കാലയളവ് കൊണ്ട് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് അച്ഛൻ ചെയ്തു തീർത്തു. ഇത്രയേറെ വൈവിധ്യം നിറഞ്ഞ ഗ്രൂപ്പുകളെയൊക്കെ അനുനയിപ്പിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഇതിന് തീർച്ചയായിട്ടും അച്ഛനൊരു വലിയ വില കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അതിലൂടെ ഒരു പെയിൻ എടുത്താണ് ഇതെല്ലാം ചെയ്യാൻ പറ്റുക. അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതല്ല ഇത്തരം കാര്യങ്ങളൊക്കെ. ഈ കാലയളവിൽ അച്ഛൻ്റെ ഒരു അനുഭവം, ഇതിൻ്റെ ഒരു ടോട്ടൽ പ്രോസസ്സ് അത് എങ്ങനെയായിരുന്നു? ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോയി എല്ലാവരിൽ നിന്നും ഈ സാമ്പത്തികമൊക്കെ ഉണ്ടാക്കി ഇതിനെ പണി കഴിപ്പിക്കുക എന്ന് പറയുന്നത് ആയാസകരമായ ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടും അനേകരുടെ പ്രാർത്ഥനയുള്ളത് കൊണ്ടും തന്നെയാണ് മുന്നോട്ട് നീങ്ങിയത്. ഈ കാര്യം എൻ്റെ കുടുംബത്തിലെ എൻ്റെ ചാച്ചനും അമ്മച്ചയും സഹോദരങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ അന്ന് തൊട്ടേ കുടുംബത്തിൽ പ്രാർത്ഥന തുടങ്ങി. വലിയൊരു ത്യാഗവും വലിയൊരു വിലയും ഞാൻ അതിന് കൊടുക്കേണ്ടതായിട്ട് വന്നു വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ. കാരണം സിവിക്കും അതുപോലെ തന്നെ ഇടവക്കാർക്ക് ഏവർക്കും അറിയാം, ഈ ദേവാലയത്തിൻ്റെ തറക്കല്ല് ഇടുന്ന ആ ദിവസമാണ് എൻ്റെ ചാച്ചൻ ഹാർട്ട് അറ്റാക്ക് മൂലം മരണമടയുന്നത്. ആശുപത്രിയിലായിരുന്നപ്പോൾ എനിക്ക് പോയി കാണാനായിട്ട് സാധിച്ചില്ല. ഞാൻ സംസാരിച്ചു. അന്നേരവും ചാച്ചൻ പറഞ്ഞത് സഭയുടെ കാര്യമാണ്, പള്ളിയുടെ കാര്യമാണ് നീ ആദ്യം തീർക്കേണ്ടത്, അത് ചെയ്തു. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല, സുഖപ്പെട്ട് വരികയാണ്. അതുകൊണ്ട് കല്ലിടിയിലൊക്കെ കഴിഞ്ഞ് എന്നെ കാണാൻ വന്നാൽ മതി എന്ന് ചാച്ചൻ ആവർത്തി പറയായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ പള്ളിയിലെ കാര്യങ്ങൾ ഇട്ടെറിഞ്ഞിച്ചിട്ട് പോകാവുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. എന്നെ തീർച്ചയായിട്ടും സഭയ്ക്ക് വേണ്ടിയിട്ട് നൽകപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ ചാച്ചനിങ്ങനെ പറഞ്ഞതുകൊണ്ടും കൂടെ അത് പൂർത്തിയാക്കാനായിട്ട് നിന്നു. ആ കല്ലിടുന്ന അന്ന് ചാച്ചൻ മരിക്കുകയും ചെയ്തു. ഒത്തിരിയേറെ ചോദ്യങ്ങൾ മനസ്സിൽ ഉയർന്നു, ഒത്തിരിയേറെ ആശങ്കകളുണ്ടായിരുന്നു, ഭയമുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറി. കാരണം ഞാൻ ആരംഭിച്ച ആ ദേവാലയത്തിൻ്റെ പണി കൃത്യസമയത്ത് തന്നെ വളരെ മനോഹരമായിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത് തീർച്ചയായിട്ടും ഇടവക്കാരുടെ സഹകരണം, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ, സഹോദരങ്ങളുടെ, ഈ ഇടവകയിലെ നല്ല ജനങ്ങളുടെയും പ്രാർത്ഥനയുടെ ബലവും കൊണ്ടാണ്. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്നല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് എനിക്കൊന്നും വർണ്ണിക്കാനില്ല. വചനങ്ങളിൽ പറയുന്നത് പോലെ എല്ലാം ചെയ്തതിന് ശേഷം പ്രയോജനമില്ലാത്ത ദാസൻ എന്ന് പറഞ്ഞ് നമ്മൾ വഴിമാറി കൊടുക്കണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ മനോഭാവത്തോടു കൂടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഈ ദേവാലയം ഉണ്ടായതുകൊണ്ട് ഒത്തിരിയേറെ വ്യത്യാസങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. ഒത്തിരിയേറെ പേര് പ്രാർത്ഥിക്കാനായിട്ട് വരുന്നുണ്ട്. ഒരു പ്രാർത്ഥനയുടെ അനുഭവം ദേവാലയത്തിൽ പ്രവേശിക്കുന്നവർക്കുണ്ട് എന്നുള്ളത് വൈദികരും ഇവിടെ വന്നിട്ടുള്ള വൈദികരെ സന്ദർശിക്കാൻ വന്നിട്ടുള്ള വ്യക്തികൾ, അതുപോലെ തന്നെ നമ്മുടെ ഇടവകജനം മുഴുവനും, അവർക്ക് ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുർബാനയുണ്ട്, അതിനുശേഷം ആരാധനയുണ്ട്, പിള്ളേർക്ക് വേദപാഠമുണ്ട്, എല്ലാ കാര്യങ്ങളും സോഷ്യലൈസ് ചെയ്യാനായിട്ടുള്ള സൗകര്യം, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഇന്ന് നമുക്ക് ദേവാലയത്തിലുണ്ട്. എനിക്കറിയാം ഇടവകജനം വളരെ സംതൃപ്തരാണ്. കുറവുകളും തെറ്റുകളും പറയുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിലും അത് തീർച്ചയായിട്ടും അത് ആരും ഗവനിക്കുന്ന ഒരു കാര്യവുമല്ല. ദൈവവചനം ഇപ്പോൾ വീണ്ടും വിളിച്ചിരിക്കുന്നത് താഴേക്കല്ല, ഒരല്പം കൂടെ ഉയർന്ന ഒരു ജോലിയിലേക്കും പദവിയിലേക്കും കൂടെയാണ്. തീർച്ചയായിട്ടും ഷിക്കാഗോ സെന്റ് തോമസ് സൂറ മലബാർ രൂപതയുടെ വികാരി ജനറൽ എന്ന് പറയുമ്പോൾ ഭാരിച്ചൊരു ഉത്തരവാദിത്വം തന്നെയുണ്ട്. കാരണം കേരളത്തിലെ രൂപതകൾക്കെല്ലാം ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട്. അതെല്ലാം തന്നെ ഒരു ചുരുങ്ങിയ ഒരു പ്രദേശത്തായിരിക്കുകയും ചെയ്യും. എന്നാൽ അമേരിക്ക പോലെ വളരെ വിസ്തൃതമായ ഒരു പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ രൂപതയിലെ വികാരി ജനറൽ ആകുമ്പോൾ എന്താണ് അച്ഛൻ്റെ ഒരു ചിന്ത? തുടക്കത്തിൽ എന്തായിരിക്കും ഒരു തുടക്കം? എന്തൊക്കെയാണ് അച്ഛൻ്റെ ഒരു ചിന്തകൾ? ചിക്കാഗോ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരിയേറെ ഇടവക്കാർ ഉള്ള, ഒന്നിച്ച് അടുത്ത പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അഭിമന്യ പിതാവ് ഇതിലേക്ക് എന്നോട് ഈ ഒരു ജോലി ഏറ്റെടുത്ത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു മടിയായിരുന്നു. പിന്നെ അഭിമന്യ പിതാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവിനെ അറിയാം, ചിക്കാഗോയിൽ അച്ഛൻ ഇത്രയും ചെയ്തതാണ്. അതുപോലെ തന്നെ ബന്ധങ്ങളുണ്ട്. അതുപോലെ തന്നെ അച്ഛന് ചിക്കാഗോയുടെ ഇടവക മാത്രമല്ല, അതുപോലെ തന്നെ രൂപതയ്ക്ക് ആ ബന്ധങ്ങളും ഒക്കെ ഉപയോഗപ്പെടണം, രൂപതയെ ഒന്ന് പടുത്തുയർത്തണം എന്നൊരു ചിന്തയോടുകൂടിയാണ് അഭിമന്യ പിതാവ് എന്നോട് ഈ ഒരു ജോലി ഏറ്റെടുക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുത്തു. എൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സമൂഹത്തിന് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ യുവജനങ്ങളുടെ
വിശ്വാസത്തിലും അതുപോലെ തന്നെ പാരമ്പര്യത്തിലുമുള്ള പരിശീലനമാണ്. നമ്മുടെ ഇവിടെ ജനിച്ചു വളർന്ന യുവജനങ്ങൾ കോളേജിലേക്ക് പോയതിന് ശേഷം പിന്നെ തിരിച്ചു വരുന്ന കാര്യം വളരെ പിന്നോക്കമാണ്. അതിനകത്ത് നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരുവാനും അവരുടെ ക്യാമ്പസുകളിൽ പോയി അവർക്ക് വേണ്ടിയിട്ട് ബലിയർപ്പിക്കുവാനും അവർക്ക് വേണ്ട പരിശീലനങ്ങൾ നൽകുവാനും അവരുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെടാനായിട്ടും രൂപതയ്ക്ക് സാധിക്കണം. അങ്ങനെയൊരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ട്. അതുപോലെ തന്നെ മുതിർന്നവരുടെ മതബോധന ക്ലാസ്സുകൾ, അതിനെക്കുറിച്ച് മനസ്സിൽ പദ്ധതികളുണ്ട്, പ്ലാനുകളുണ്ട്. തീർച്ചയായിട്ടും അഭിമന്യ പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം ദൈവാനുഗ്രഹത്താൽ മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കും എന്നൊരു ചിന്തയോടു കൂടി തന്നെയാണ് ഞാൻ അത് ഏറ്റെടുക്കുന്നത്. ഇടവകയിലെ പ്രവർത്തനവും അതുപോലെ തന്നെ രൂപതയിലെ പ്രവർത്തനവും വ്യത്യസ്തങ്ങളാണ്. രൂപതയിലേക്ക് കടന്നു വരുമ്പോൾ മറ്റ് എല്ലാ ഇടവകകളുമായിട്ട് ബന്ധപ്പെടേണ്ടതായിട്ടുണ്ട്. വൈദികരുമായിട്ട് ബന്ധപ്പെടണം, അവരെ ഒന്നിപ്പിക്കണം. അതുപോലെ തന്നെ മറ്റ് ഇടവകളിലുള്ള യുവജനങ്ങളെയും അതുപോലെ തന്നെ മുതിർന്നവരെയൊക്കെ സംഘടിപ്പിക്കുകയും ഒന്നിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് എനിക്കറിയാം. അത് അഭിമന്യ പിതാവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ചെയ്യാനായിട്ടാണ് ആഗ്രഹം. തീർച്ചയായിട്ടും ഇത്രയും നാളും എൻ്റെ ഈ ചിക്കാഗോ ഇടവകയിൽ ജനങ്ങൾ ഒത്തിരിയേറെ സഹകരണം എനിക്ക് നൽകി. അതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ ബലമായ പ്രാർത്ഥന സഹായം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അത് തുടർന്നും ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എവിടെ ഇടവകയിൽ ചെന്നാലും എനിക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഈ പ്രാർത്ഥന സഹായം ആവശ്യമുണ്ട്. അത് എനിക്ക് ലഭിക്കും. അത് ദൈവം എന്നെ അനുഗ്രഹിക്കും, അവരുടെ പ്രാർത്ഥനയിലൂടെ എന്നെ അനുഗ്രഹിക്കുമെന്നുള്ള ഉറപ്പായ വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ അച്ഛൻ 10 വർഷത്തോളം അമേരിക്കയിൽ സേവനം ചെയ്തു. ഇപ്പോൾ രൂപതയുടെ വലിയ ഒരു ഉത്തരവാദിത്വം പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഏറ്റെടുത്ത് പിതാവിനോട് വിശ്വസ്തനായി നിന്നുകൊണ്ട് അതെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഉത്കണ്ഠപ്പെടുത്തുന്ന, കാരണം ഇതുവരെയുള്ള ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ സിറോ മലബാർ ക്രൈസ്തവരുടെ പൊതുവായ ഒരു വളർച്ചയും ആധ്യാത്മികപരമായും സാമൂഹ്യപരമായും സഭാപരമായും ഒക്കെയുള്ളൊരു വളർച്ചയെ മുന്നിൽ കണ്ടുകൊണ്ട് ചിന്തിക്കുമ്പോൾ അച്ഛൻ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? നമ്മുടെ ഇവിടുത്തെ സിറോ മലബാർ സഭയുടെ വളർച്ചയിൽ ഏറ്റവും ചിന്തിപ്പിക്കുന്നതും ഉത്കണ്ഠ നൽകുന്നതുമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികളിൽ നിന്നും ദൈവവിളികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം വ്യത്യാസമായി തുടങ്ങിയിട്ടുണ്ട്. ഒരു 4 കുട്ടികൾ ഇപ്പോഴും സെമിനാരിൽ ചേരുവാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഞാൻ യുവജനങ്ങളെ കാണുമ്പോഴും ഒക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളൊക്കെ പുറത്തുനിന്നൊന്ന് വന്ന വൈദികരാണ്. വി ആർ ഹയർഡ് ബൈ അവർ ബിഷപ്പ് ആൻഡ് വൺസ് വി ഹാവ് ടു ബി ഫയർഡ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇവിടുത്തെ ജനിച്ചു വളർന്ന കുട്ടികൾ വൈദികരായെങ്കിൽ മാത്രമേ സഭയിൽ വളർച്ച കൂടുതലായിട്ടുണ്ടാവുകയുള്ളൂ. അത് തീർച്ചയായിട്ടും അഭിമന്യ പിതാവിനും കൺസേൺ ഉള്ളൊരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. അത് ഞങ്ങൾ മാത്രം പരിശ്രമിച്ചാൽ പോരാ എന്നുള്ളത് ഏവർക്കും അറിയാം. മാതാപിതാക്കൾ, അതുപോലെ തന്നെ നമ്മുടെ ഇടവക സമൂഹം, വൈദികർ, ഇവരെല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ഒരു മാതൃകാപരമായിട്ട് അവരെ വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ ഇതിലേക്ക്, ഈ വൈദിക ജീവിതത്തിലേക്ക് അവർ കടന്നു വരികയുള്ളൂ. കാരണം ഇന്നത്തെ ലോകം കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഭൗതികമായ കാര്യങ്ങളാണ്. ലോകത്തിൻ്റെ മുമ്പിൽ സത്യത്തിൽ ഇതൊരു ആകർഷണീയമായ ഒരു കാര്യമല്ല. പക്ഷേ ഇന്ന് ലോകത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇടയനില്ലാത്ത ആടുകളെ പോലെ അലയുന്ന, എന്താണ് ഇടയധർമ്മമെന്നോ അല്ലെങ്കിൽ എന്താണ് ശരിയായ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നോ അറിയാതെ വരുന്ന ഒരു സമൂഹമാണ് ഈ ഭൗതികതയിൽ നിന്നും അടുത്ത് വിരമിക്കുന്ന സമൂഹം. അവരെ നയിക്കാൻ തീർച്ചയായിട്ടും വിശ്വാസമുള്ള, ധാർമ്മിക ബോധമുള്ള ക്രൈസ്തവർ വൈദിക ജീവിതത്തിലേക്ക് കടന്നു വരണം. എങ്കിൽ മാത്രമേ ഇതിന് വളർച്ചയുണ്ടാവുകയുള്ളൂ. അത് എന്നും സമൂഹത്തിന് ആവശ്യമാണ് താനും. നമ്മൾ ആശുപത്രികളിലേക്ക് നോക്കിയാൽ രോഗികളുടെ എണ്ണം ഒരിക്കലും കുറയുന്നില്ല. ഡോക്ടർമാരെയും നഴ്സുമാരെയും അവിടെ ആവശ്യമാണ്. എന്നതുപോലെ തന്നെ സഭയിൽ ആത്മീയമായിട്ട് വേദന അനുഭവിക്കുന്നവരുണ്ട്, സമൂഹത്തിലും ആത്മീയമായിട്ട് രോഗപ്പെട്ടവരുണ്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ. അവർക്ക്
വൈദികരുടെ സേവനവും തീർച്ചയായിട്ടും ആവശ്യം. വൈദികരുടെ സന്യസ്തരുടെ സേവനവും ആവശ്യമാണ്. പല വിധത്തിലും ആത്മീയ രോഗം കൊണ്ട് വലയുന്ന വ്യക്തികളുണ്ട്. അവർ അത് മെഡിക്കൽ ആശുപത്രി പോയി കിട്ടാത്ത ഒരു ചികിത്സയും അതുപോലെ തന്നെ ആശ്വാസവും അത് വൈദികർക്കും സന്യാസ സമൂഹങ്ങൾക്കും മാത്രമേ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയുള്ളവരുടെ എണ്ണം കൂടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിനേക്കാളേറെ കൂടി വരികയും ചെയ്യും. അതുകൊണ്ട് ഇതിന് തീർച്ചയായിട്ടും വലിയൊരു പ്രസക്തിയുണ്ട്. വലിയൊരു ഊന്നൽ നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ദൈവവിളി എന്ന് പറയുന്നത്. ഇതുവരെയും അച്ഛൻ്റെ ഈ കഴിഞ്ഞ ജീവിതത്തിലെ ഒരുപാട് സംഭവങ്ങളെയും വ്യക്തികളെയും അനുഭവങ്ങളെയും പ്രവർത്തന മേഖലയിലുണ്ടായ പ്രശ്നങ്ങളെയും എല്ലാം ഞങ്ങളുമായിട്ട് പങ്കുവച്ചു. ഇനി ശാലോം പ്രേക്ഷകരോട് അച്ഛൻ്റെ ഒരു സന്ദേശം ഒന്ന് നൽകണം. ദൈവം നമ്മെ നമ്മുടെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മൾ ഈ ലോകത്തിൽ വ്യാപരിക്കേണ്ടത്. അതിന് മങ്ങൽ സംഭവിപ്പിക്കരുത്. അത് പലയിടത്തും സംഭവിച്ചിട്ടുമുണ്ട്. ദൈവത്തിൻ്റെ ഛായ സാദൃശ്യം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവം ത്രിത്വൈക ദൈവമാണ് എന്നതുപോലെ, ദൈവം ഒന്നാണ്, അതുപോലെ തന്നെ ത്രിത്വൈകമാണ് എന്നതുപോലെ മനുഷ്യൻ ഓരോ വ്യക്തിയും ഒന്നാണ്, അവനിൽ ആ ത്രിത്വത്തിൻ്റെ അംശമുണ്ട് താനും. ആധ്യാത്മിക മനുഷ്യന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ആ സാദൃശ്യത്തിന് മങ്ങലേൽപ്പിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. ആത്മീയമായിട്ടുള്ള പ്രേരണകൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ഭൗതികതയ്ക്കും അതുപോലെ തന്നെ ഭൗതികതയ്ക്കും അതിൻ്റെതായ പ്രാധാന്യം മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് ശാലോം പ്രേക്ഷകർക്ക് നൽകാനായിട്ടുള്ള സന്ദേശം. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, എന്നാൽ അന്തിമമായ തീരുമാനം കർത്താവിൻ്റെ തത്രേ. സുഭാഷിതങ്ങളിലെ ഈ പ്രിയപ്പെട്ട ദൈവവചനം ബഹുമാനപ്പെട്ട ആന്റണിയച്ചൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എത്രമാത്രം അന്വർത്ഥമാണെന്ന് നാം തിരിച്ചറിയുന്നു. ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഒരു പ്രേക്ഷിത മേഖലയിലേക്ക് കടന്നു ചെന്നുവെങ്കിലും ഇന്ന് തിരിച്ച് ഇടവക സംവിധാനത്തിലും രൂപതാ സംവിധാനത്തിലും പ്രവർത്തിക്കുവാൻ ദൈവത്താൽ അച്ഛൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അച്ഛനിപ്പോൾ ശാലോം പ്രേക്ഷകരോട് പങ്കുവെച്ച അച്ഛൻ്റെ മഹത്തായ ആ സന്ദേശത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശാലോം പ്രേക്ഷകരുടെ പേരിൽ ഹൃദയപൂർവ്വം ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ഞങ്ങളോടൊപ്പം ചെലവഴിച്ച സമയത്തിന് നന്ദി, നമസ്കാരം.